നമസ്കാരം, ഞാൻ കരിമുള സന്തോഷ് കുമാർ, സിനിമ സീരിയൽ തരം. ഈ വർഷത്തെ പൊങ്കാല ആറ്റുകാൽ അമ്പലത്തിൻ്റെ തിരുനടയിൽ ഭാരതീയം ട്രസ്റ്റിൻ്റെ കീഴിലാണ്. ആറ്റുകാൽ അമ്പലത്തിൻ്റെ തിരുനടയിൽ അന്നദാനം കൊടുക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി മുൻ NRSൽ കൺവീനറായ ഹരിചേട്ടൻ്റെ നേതൃത്വത്തിലാണ് അന്നദാനം ആരംഭിച്ചത്. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അനന്തപുരേശ്വരി ആറ്റുകാലമ്മ പാണിടുന്നൊരീ അമ്പലം അനന്തകോടി അർച്ചനകൾ ചെയ്തിടുന്നൊരീ അമ്പലം, എന്റെ ആറ്റുകാലിലെ അമ്പലം. പൊങ്കാല പൊങ്കാല അനന്തകോടി പൊങ്കാല, ആറ്റുകാലമ്മക്കിന്ന് പൊങ്കാല. അനന്തപുരേശ്വരി ആറ്റുകാലമ്മ പാണിടുന്നൊരീ അമ്പലം അനന്തകോടി അർച്ചനകൾ ചെയ്തിടുന്നൊരീ അമ്പലം, എന്റെ ആറ്റുകാലിലെ അമ്പലം. വിഘ്നരാജൻ ഗണപതി ദുരിതമകറ്റും ഗജമുഖൻ. പൊങ്കാല മഹോത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്നത് ഭാരതീയ ട്രസ്റ്റിന് നേതൃത്വം നൽകുന്നത് കരമന ജയൻചേട്ടനാണ്. കരമന ജയൻചേട്ടനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. കാരണം അദ്ദേഹം അനന്തപുരിയുടെ ഒരു അമരക്കാരൻ കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് ഇന്ന് കോർപ്പറേഷൻ ഭരിക്കുന്നത്. അത് കരമന ജയൻചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കേന്ദ്ര പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഭാരതീയ ട്രസ്റ്റ് അതിർന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നൊരു ജീവകാരുണ്യ സംഘടനയാണ്. അത് പ്രകാരം 11ാമത്തെ പദ്ധതിയാണ് അന്നദാന പദ്ധതി. എല്ലാ വർഷവും അന്നദാന പദ്ധതി നടത്താനാണ് ഭാരതീയ ട്രസ്റ്റ് ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇത് NRI ഹരി അദ്ദേഹത്തിൻ്റെ കൂടുതൽ ചുമതലപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് നടക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായി നടത്തിക്കൊണ്ടുവരികയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഭാരതീയ ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ ഭാരതീയ ട്രസ്റ്റിൻ്റെ അന്നദാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അന്നദാനം പകർന്നു കൊടുത്തുകൊണ്ട് ആരംഭിച്ച അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 850ഓളം ആറ്റുകാലം ദേവി ഭക്തർ ഇവിടെ പൊങ്കാല അർപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഭാരതീയ ട്രസ്റ്റ് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭാരതീയ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ കരമന ജയൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ നേരുന്നു.